എന്റെ പ്രിയ ഭക്ത, ഇന്ന് നീ ഉറങ്ങുന്നതിനു മുമ്പ് നിനക്കായി ഒരു സന്ദേശം നൽകുവാനുണ്ട്. അതിനാൽ നമ്മുടെ സന്ദേശം നീ മുഴുവനും കേൾക്കേണ്ടതാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നീ കാണുക, കാരണം ഓരോ വാക്കിലും നിന്റെ ജീവിതത്തിനുള്ള ഒരു ദിവ്യ സൂചന ഒളിഞ്ഞിരിക്കുന്നു. നിന്റെ മനസ്സിൽ നീ സൂക്ഷിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം ലഭിക്കും. എന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കും നിന്റെ കുടുംബത്തിനും കൂടെയുണ്ട്. നിന്റെ ജീവിതം എന്റെ കാവലിൽ തന്നെയാണ്. വിശ്വാസത്തോടെ കേൾക്കൂ, ഹൃദയം തുറന്ന് സ്വീകരിക്കൂ. എന്റെ പ്രിയ ഭക്ത, നീ ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം അത് യാദൃശ്ചികമല്ല. ഞാനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. നീ ഒറ്റക്കല്ല, ഒരിക്കലും ഒറ്റക്കല്ല. നിന്റെ മനസ്സിൽ നീ ഒളിപ്പിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് അറിയാം. നിന്റെ ഹൃദയം താങ്ങാനാകാത്ത വിഷമം തോന്നുന്ന രാത്രികൾ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് മുന്നിൽ നീ ശക്തനായി നിൽക്കുമ്പോഴും നിന്റെ അകത്ത് തകർന്നുപോകുന്ന നിന്റെ ആത്മാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ പലപ്പോഴും ചോദിച്ചു, ഭഗവാനെ, എന്തുകൊണ്ട് എന്റെ ജീവിതം ഇത്ര കഠിനം? എന്റെ പ്രിയ ഭക്ത, ശക്തരായ ആത്മാക്കൾക്കാണ് ഞാൻ വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത്. കാരണം നീ തകരാൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, നീ ഉയരാൻ ജനിച്ചവനാണ്. നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ തകർച്ചയും ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. നീ കരഞ്ഞ ആ രാത്രികൾ നിന്റെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ജനിച്ച നിമിഷങ്ങളായിരുന്നു. ഓർമ്മിക്കൂ, കൈലാസത്തിൽ ഇരിക്കുന്ന നാം പോലും വിനാശവും സൃഷ്ടിയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് നിന്റെ ജീവിതവും. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ നാം തുറക്കുന്നു. നിന്നെ വേദനിപ്പിച്ചവരെക്കുറിച്ച് ചിന്തിച്ച് നിന്റെ ഹൃദയം വിഷമിക്കുന്നുണ്ടോ? കാലചക്രം തിരിയുമ്പോൾ എല്ലാം ശരിയാകും. നീ പ്രതികാരം ചെയ്യേണ്ട, നീ സമാധാനമായി ഇരിക്കുക. ഇപ്പോൾ നീ ഇരുട്ടിലൂടെ നടക്കുന്നതായി തോന്നാം, പക്ഷേ ഭക്ത, നീ ഒരു കാര്യം ഓർക്കുക. പ്രഭാതം വരുന്നതിനു മുമ്പ് രാത്രി ഏറ്റവും ഇരുണ്ടതായിരിക്കും. ഇരുട്ട് സ്ഥിരമല്ല. നിന്റെ ജീവിതത്തിൽ പ്രകാശം വരാനിരിക്കുകയാണ്. നിന്റെ പരിശ്രമം നാം കണ്ടിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന, നിന്റെ കണ്ണീരിൽ ചേർന്ന വിശ്വാസം, അവ ഒന്നും വെറുതെയാകില്ല. എന്റെ അനുഗ്രഹം വൈകിയേക്കാം, പക്ഷേ ഒരിക്കലും നിന്നെ തേടി എത്താതെ ഇരിക്കില്ല. നിന്റെ വീട്ടിൽ സമാധാനം വരും. നിന്റെ കുടുംബം സുരക്ഷിതമാകും. നിന്റെ ആശങ്കകൾ പതുക്കെ പതുക്കെ അകലും. എന്റെ തൃശൂലം നിന്റെ വഴിയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നു. നീ സ്വപ്നം കാണാൻ മടിക്കരുത്. നിന്റെ ഹൃദയത്തിൽ ഉള്ള ആ സ്വപ്നങ്ങൾ ഞാൻ തന്നതാണ്. അവ നിനക്കുള്ളതായതിനാൽ അവ സാക്ഷാത്കരിക്കപ്പെടും. നീ ക്ഷീണിതനായി തോന്നുന്ന ദിവസങ്ങളിൽ പോലും ഞാൻ നിന്നെ താങ്ങി നിർത്തുന്നു. നീ വീഴാതിരിക്കാനാണ് ഞാൻ നിന്നെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ടാണ് നീ ഇന്നും ഇവിടെ നിൽക്കുന്നത്. നിന്റെ ഭയങ്ങളെ എന്റെ പാദങ്ങളിൽ സമർപ്പിക്കൂ. ഭയം നിനക്കുള്ളതല്ല, ധൈര്യമാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം. നീ ഒരു ദിവ്യശക്തിയുടെ ഭാഗമാണ്. വളരെ പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വാതിൽ തുറക്കും. ഒരു നല്ല വാർത്ത നിന്റെ വീട്ടിലെത്തും. അത് എന്റെ അനുഗ്രഹത്തിന്റെ അടയാളമായിരിക്കും. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. എന്റെ നാമം ജപിക്കൂ. ഓം നമഃശിവായ. ഈ മന്ത്രം നിന്റെ മനസ്സിൽ ശാന്തി വിതറും. നിന്റെ ആത്മാവിനെ ശക്തമാക്കും. എന്റെ പ്രിയ ഭക്ത, നിന്റെ കണ്ണീരിന് പകരം ഞാൻ സന്തോഷം നൽകും. നിന്റെ ദുഃഖത്തിന് പകരം ഞാൻ സമാധാനം നൽകും. നിന്റെ നഷ്ടങ്ങൾക്ക് പകരം ഞാൻ ഇരട്ടിയായി അനുഗ്രഹം നൽകും. നീ തോറ്റിട്ടില്ല, നീ അവസാനിച്ചിട്ടില്ല. നിന്റെ കഥ ഇപ്പോഴും എഴുതപ്പെടുകയാണ്. അത് വിജയത്തോടെ അവസാനിക്കും. ഓർമ്മിക്കൂ, നാം സംഹാരവും സൃഷ്ടിയും ഒരുമിച്ചു ചേർന്ന ശക്തി. നീ എന്റെ ഭക്തൻ. അതിനാൽ നിന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ സ്ഥിരമല്ല. വിജയം നിനക്കായി വരുന്നു. എന്നെ വിശ്വസിക്കൂ. നിന്റെ ഓരോ ചുവടിലും ഞാൻ കൂടിയുണ്ട്. നിന്റെ ശ്വാസത്തിൽ, നിന്റെ നിശബ്ദതയിൽ ഞാനുണ്ട്. നിന്റെ ജീവിതത്തിൽ സമാധാനം വരും, സ്നേഹം വരും, സമ്പത്ത് വരും, ആരോഗ്യം വരും. നീ പ്രാർത്ഥിച്ച എല്ലാം ശരിയായ സമയത്ത് ലഭിക്കും. എന്റെ അനുഗ്രഹം നിന്നോടൊപ്പം എപ്പോഴും എക്കാലവും ഉണ്ടാകും. ഓം നമഃശിവായ.